പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടക്കുന്നില്ലല്ലോ. ഇനി എന്തു ചെയ്യും? മുതലായ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല. മാത്രവുമല്ല, ദേവബാല എന്തായാലും പിറകിലേക്ക് പോവുകയില്ല എന്നും ദേവബാലയുടെ അസുഖം മാറണമെങ്കിൽ അഭിഷേക് കൂടിയേ തീരൂ എന്നും മനസ്സിലാക്കുന്ന ദേവരാജൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല. അഭിഷേക് അവൻ്റെ കുഞ്ഞിനെയും ഇഷയെയും വിട്ട് എവിടേക്കും വരികയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എന്തു ചെയ്യും? എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും? എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് വൈദ്യർ പറയുകയാണ്, ഞാൻ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു എന്നതാണ് സത്യം. പക്ഷേ ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അഭിഷേകിനെ നിങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മകളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇതോടെ അഭിഷേകിനെ കാണുന്നതിനായുള്ള നീക്കങ്ങളുമായി ദേവരാജൻ മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അഭിഷേക്, നീ നിന്റെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷേ എൻ്റെ മകൾ, അവളുടെ ജീവിതം അതുകൂടി നീയൊന്ന് കണക്കിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അവളും ഒരു സ്ത്രീയല്ലേ. അവൾക്കും ആഗ്രഹങ്ങൾ കാണില്ലേ. നീ അവളെ അങ്ങനെ ഒഴിവാക്കരുത്. നിങ്ങൾ എന്താണ് എന്നോട് പറയുന്നത്? ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എങ്ങനെയാണ് ദേവബാലയെ എൻ്റെ കൂടെ നിർത്തുക? എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചപ്പോഴെല്ലാം നിങ്ങൾ എന്നെ കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനത് തടയുന്നതിന് വേണ്ടി പല രീതിയിൽ ശ്രമിച്ചതാണ്. പക്ഷേ നിങ്ങളെപ്പോഴും അതിനൊരു തടസ്സമായി വന്നു. ഇനി എനിക്ക് സാധിക്കുകയില്ല. അതിൻ്റെ ഉറച്ച തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഇനി പുറകിലേക്ക് ഞാൻ പോകില്ല. ആ കാര്യം സത്യം തന്നെയാണ്. ഞാനത് ഉറപ്പിച്ച് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവരാജൻ. ഇതിനിടയിലാണ് ഇഷയുടെ സത്യങ്ങളെല്ലാം അറിഞ്ഞ റാംമോഹൻ രാഹുലിനെതിരെ നീങ്ങാൻ തയ്യാറാകുന്നത്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അഭിഷേക് അറിയാൻ ഇടയായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.